യെസ്, ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവന നടത്തിയിരിക്കുന്നു സഭയിൽ. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും ചട്ടം 300 പ്രകാരം പ്രത്യേക പ്രസ്താവന നടത്തുകയായിരുന്നു. NSSന് അനുകൂലമായ വിധി എല്ലാ മാനേജ്മെന്റുകളും ലഭ്യമാക്കാൻ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകരെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അനുകൂല വിധി ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് വിദ്യാഭ്യാസ മന്ത്രി. എന്ന് വെച്ച് കഴിഞ്ഞാൽ NSSന് അനുകൂലമായ വിധി എന്ന് പറയുമ്പോൾ ഭിന്നശേഷി സംവരണം അതിനുള്ള സീറ്റുകൾ ഒഴിച്ചു നിർത്തി മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് ജനറൽ കാറ്റഗറിയിലുള്ള നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുക, അതാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച വിധി. അവർക്ക് അനുകൂലമായിട്ടായിരുന്നു അന്ന്. പക്ഷെ അത് പ്രത്യേകം പറഞ്ഞിരുന്നു മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമാകില്ല എന്ന്. അപ്പോൾ മറ്റ് മാനേജ്മെന്റുകൾ കൂടി ബാധകമാകണമെന്ന നിലപാടാണ് സർക്കാർ ഇവിടെ അറിയിക്കുന്നത്. യെസ്, എന്തായാലും ഈ ആവശ്യവുമായി സുപ്രീം കോടതിയെ സർക്കാർ സമീപിച്ചിട്ടുണ്ട്. അതിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഇടപെടൽ എന്ന് പറയുന്നത് അതിൽ വിശദമായ വാദം കേൾക്കാം എന്നായിരുന്നു. എന്തായാലും വിജിൻ വായന്തോട് നമ്മോടൊപ്പം ഉണ്ട്. വിജിൻ, ഈ പ്രത്യേക പ്രസ്താവനയായിരുന്നു ഇന്ന് നിയമസഭയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച പ്രധാനപ്പെട്ട കാര്യം. അതിൽ വിദ്യാഭ്യാസ മന്ത്രി എന്താണ് പറഞ്ഞത്? എങ്ങനെ കാണണം ആ പ്രസ്താവന? സൈഫുദ്ദീൻ, ദിവ്യ, എന്തായാലും പ്രത്യേക പ്രസ്താവന അത് മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ നടത്തിയെങ്കിലും അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രസ്താവനയായി വിദ്യാഭ്യാസ മന്ത്രി സഭയിലും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം ക്രൈസ്തവ സഭകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നിയമസഭയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു പ്രമേയവുമായി രംഗത്തെത്തിയത് എന്നുള്ളതാണ്, പ്രസ്താവനയുമായി രംഗത്തെത്തിയത് എന്നുള്ളതാണ്. ചട്ടം 300 പ്രകാരമാണ് അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവന നടത്തിയത്. അതിൽ പറയുന്നത് NSSന് അനുകൂലമായി ലഭിച്ച സുപ്രീം കോടതിയിലെ വിധി അത് മറികടക്കാൻ, അത് എല്ലാ മാനേജ്മെന്റുകൾക്കും ലഭ്യമാക്കാൻ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ മുതിർന്ന അഭിഭാഷകരെ തന്നെയാണ് സർക്കാർ വെച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അനുകൂലമായ എല്ലാ മാനേജ്മെന്റുകൾക്കും ജനറൽ വിഭാഗത്തിൽ അഡ്മിഷൻ നടത്താൻ ആളുകളെ നിയമിക്കാൻ അനുമതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവനയിലൂടെ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അതായത് ഭിന്നശേഷി നിയമനം പൂർത്തിയാകാതെ ജനറൽ വിഭാഗത്തിലും നിയമനം നടത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി വിധി. അതിന്റെ അടിസ്ഥാനത്തിലാണ് NSS ആ ഘട്ടത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയും NSSന് അനുകൂലമായ വിധി ഭിന്നശേഷി നിയമനം നടത്തുന്നത് അത് മാറ്റിവെച്ചുകൊണ്ട് ജനറൽ വിഭാഗത്തിന് നിയമനം നടത്താം എന്നുള്ള വിധി സമ്പാദിച്ചത്. അത് പക്ഷേ മറ്റ് മാനേജ്മെന്റുകൾക്ക് ആ വിധി പ്രാവർത്തികമാകില്ല എന്ന കാര്യം സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ പ്രതിഷേധം എല്ലാ മാനേജ്മെന്റുകൾക്കും ലഭ്യമാക്കാൻ സർക്കാർ തന്നെ മുൻകൈയെടുക്കണമെന്ന ആവശ്യത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഏറ്റവും അവസാനം പോലും കഴിഞ്ഞയാഴ്ച പോലും വലിയ പ്രതിഷേധമാണ് സിറോ മലബാർ സഭയുടെയും ഒപ്പം തന്നെ മറ്റ് സഭകളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വലിയ തരത്തിലുള്ള വിമർശനം ഫാദർ ക്ലിമീസ് ബാബ ഉൾപ്പെടെ ഉയർത്തുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ തൽക്കാലം ക്രൈസ്തവ മാനേജ്മെന്റുകളെ, ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം കൂട്ടാൻ ഉള്ള ഒരു പ്രസ്താവനയായി വേണം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ച പ്രസ്താവനയെ കാണാൻ. എന്തായാലും മറ്റ് വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊന്നും പ്രസ്താവനയിൽ ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതിയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹർജി അത് കൂടുതൽ ശക്തമായി വാദിച്ച് എല്ലാ മാനേജ്മെന്റുകൾക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് പ്രസ്താവന ഇപ്പോൾ വ്യക്തമാക്കുന്നത്.